അമ്മേനെ തള്ളി പറഞ്ഞത് ഇവറ്റങ്ങൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓംലെറ്റ്, മുളക്, കുളമ്പ സരിത തീ കത്തിച്ചോ. ഈ ചുമയും നീർവീഴ്ചയും പനിയും ഒക്കെ ഉള്ള എന്നെ കൊണ്ട് തന്നെ തീ കത്തിപ്പിക്കുന്നു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പറയാം. അത് മതി. സുല്ല് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൂട്ടാൻ. ഒഴിക്കുന്നു. ഒരാഴ്ച കാത്തിരുന്നിട്ടാണേ ഇത് കിട്ടണത്. ആ സമയത്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു പ്രത്യേക കൂട്ടാട്ടാ, ലോകത്തിൽ കാണില്ല ഈ കൂട്ടാൻ. മര്യാദയ്ക്ക് ആ മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ വെക്കാറുള്ള പോലെ വെച്ചാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നീർവീഴ്ചയും ചുമയും പനിയൊന്നും മാറിയിട്ടില്ല. എന്നാലും നല്ല ഇളം വെയിൽ ഉദിച്ചപ്പോൾ ഞങ്ങൾക്ക് കുടിലിൽ വന്നിട്ട് പാചകം ചെയ്യാനൊരു മോഹം. കോഴികൾക്കൊക്കെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. ആകെ മഴ കൊണ്ട് മഴ പെയ്തിട്ടേ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടില്ലേ, അത് ഈ കോഴികൾക്ക് ഉണ്ടായി. അപ്പം ഞാൻ കോഴികളെ കഴിച്ചിട്ട് കോഴികളെ ബാ 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 ബാ. അപ്പോൾ അവർക്ക് ഇവിടെ കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തു. ബാ 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 വേണമെങ്കിൽ വന്നോ തീറ്റ തരാം. ബാ 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 ബാ. 4 പേർക്ക് ഉഷാറില്ലല്ലോ. ആ അതെ, ഇപ്പൊ ഓടി വരും മറ്റേ ബാ 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 ഓടിയോ 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 ഓടിയോ. വെള്ളം വെച്ചിട്ട് കൊടുത്തിണ്ടാ? ഇല്ലല്ലോ. വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ. ബാ 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 വേഗം തിന്ന്. ഇത് ഒറ്റകൾക്ക് ഇത് തിന്നുമ്പോ വെള്ളം വേണ്ടി വരും. ആ വെള്ളം വെച്ച് കൊടുക്കാം. ആ നാടൻ കോഴി പടിയില്ലേ ഒരെണ്ണം, അത് ഇവരെ കൂട്ടത്തിൽ കൂടില്ല. ഇവറ്റങ്ങളെ വളർത്തി വലുതാക്കിയിട്ട് അമ്മേനെ തള്ളി പറഞ്ഞത് ഇവറ്റങ്ങൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതേ കണ്ടില്ലേ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് നടക്കുന്നത്. വേണ്ട ഇതിനൊരു ഫുഡും കൊടുക്കില്ല, ഒന്നും കൊടുക്കില്ല. പാവം തള്ളപ്പെട കണ്ട. എന്തൊരു കഷ്ടല്ലേ. വെയിൽ നല്ല ചൂടുണ്ട് കേട്ടോ. അത്രയും ദിവസം ഭയങ്കര മഴയായിരുന്നു, റെഡ് അലർട്ടായിരുന്നു, ഒക്കെ ആയിരുന്നു. എൻ്റെ നീര് വെച്ച റെഡില്ലേ ഓറഞ്ച് ഒരു സുഖല്ലേ തേങ്ങ. ഇവരെ പൊറൊക്കെ നോക്കിയേ. പൊറ അവർ കൊത്തുകൂടും. ചാത്തന്മാരുണ്ടാവുമ്പോ അതിന്റെ ശല്യം. ചാത്തന്മാരല്ലെങ്കിൽ ഇവര് അങ്ങോട്ട് ഇങ്ങോട്ട് കൊത്തുകൂടണതിന്റെ ശല്യം. പെടകൾ അങ്ങോട്ടും കൊത്തുകൂടും. പുറത്തെ ഓരോ പൂവലൊക്കെ പോയിട്ട് നോക്കിയേ. പപ്പൊക്കെ പോയിട്ടുണ്ട് പുറത്തെ. ആ വാലിൻ്റെ അവിടത്തേക്ക് പപ്പ് പോയിട്ട് നോക്കി. ഇതിൻ്റെയൊക്കെ നോക്കിയാൽ പെട്ടടിച്ചിട്ടുണ്ട. ഇവര് പരസ്പരം ജാതി കലക കൊത്ത്. നല്ലൊരു ഉഷാറ് കിട്ടിയിട്ട് അവർക്ക് വെയിൽ കാരണേ. ഇത്ര നാളെ ഈ നനഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറി. നമ്മുടെ ആ കോഴിക്കൂടിനോട് ചേർന്നിട്ടല്ല കമ്പോസ്റ്റ് കുഴി, അതിൽ നിന്ന് വെള്ളം കോഴിക്കൂട്ടിലേക്ക് ഇറങ്ങണുണ്ടേ. അപ്പൊ കോഴിക്കൂട്ടിൽ നനവുണ്ട്, അത് കാരണം അപ്പൊ കൂടുതൽ ബുദ്ധിമുട്ടായി. അതന്നെ. ശരിയാക്കാനായിട്ട് സുമേഷിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവന് വരാൻ ഒഴിവില്ലേ, പണിത്തിരക്ക് തന്നെ. വർഷകാലം ഭയങ്കര പണിത്തിരക്ക്. അപ്പൊ പറയും തള്ളപ്പട വരുന്നില്ല. അത് ഇവരലക്കുറി ഇവര് മേട്ടും അമ്മേനെ. ഇവരെ തിന്നലൊക്കെ കഴിഞ്ഞ് പോയിട്ട് ബാക്കി വല്ലതുണ്ടെങ്കിൽ അതിന് കിട്ടൂലേ. പതുക്കെ വരേണ്ടത് കണ. അതിന് ഞാൻ കൊല്ലില്ല കേട്ടോ ഒരു കാലത്തും. അത് തന്നെ ചാവാണ് ചത്തോട്ടെ. അതിനെ കൊല്ലാനായിട്ട് നാടൻ മറ്റേ നമ്മുടെ ഈ മരുന്ന് കോഴി ഉണ്ടാക്കാൻ വാങ്ങിച്ചോണെന്ന് ഞാൻ പെടാനെ. അതിന് കണ്ടപ്പോൾ കൊല്ലാൻ തോന്നിയില്ല. പിന്നെ അത് ഇവിടെ തുടങ്ങാല്ലേ. അപ്പൊ നമ്മളിന്ന് തമിഴ്ക്കാരുടെ ഒരു സാധനം ഉണ്ടാക്കണട്ടാ. ഓംലെറ്റ്, മുളക്, കുളമ്പ സരിത അങ്ങനത്തെ സാധനം ഉണ്ടാക്കണട്ടാ. നമ്മളെന്നും എന്താ പറയാ ഉത്തരേന്ത്യയും മറ്റും കടന്നിട്ട് മറ്റേ ഇവിടെ വരെ പോയി ഫുഡ്. എവിടെ കടന്നു? വിദേശങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇന്ത്യ. ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്ക് തന്നെ വീണ്ടും വന്നു. തീ കത്തിച്ചോ. തുടക്കം തീ കത്തിക്കലാണ്. ഈ ചുമയും നീർവീഴ്ചയും പനിയും ഒക്കെ ഉള്ള എന്നെ കൊണ്ട് തന്നെ തീ കത്തിപ്പിക്കുന്നു. ഞാൻ അവിടെ ഇരിക്കുക. നീ തീ കത്തിച്ചാൽ മതി. തീ കത്തിക്കൽ വളരെ എളുപ്പമുള്ള പണിയാണ്. ഇതെല്ലാ സാധനങ്ങളും കൊണ്ടു വെച്ചിട്ടുണ്ട് ഞാൻ കത്തിക്കും. പക്ഷെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് എന്നെ ഇതാക്കാൻ വരരുത്. തീപ്പെട്ടി വിളിച്ചിട്ടുണ്ട്. ഞാനൊന്നും പറയാം. ഓർഡർ ഇടാൻ വരരുത്. എനിക്ക് പറ്റിയ പോലെ ഞാൻ കത്തിക്കും. നമ്മളെ ഈ കർക്കിടക മാസം പറയണ്ട, ഈ മഴക്കാലം തുടങ്ങില്ലേ. മഴക്കാലം തുടങ്ങുമ്പോൾ ആളുകൾക്ക് പണിയും തൊഴിലൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കൂലിപ്പണിക്കാർക്ക്. പണ്ട് കാലത്തൊന്നും കൂലിപ്പണിക്കാർക്ക് പണി ഉണ്ടാവില്ല ഈ സമയത്ത്. അപ്പോൾ ആ സമയത്ത് വീടുകളിലൊക്കെ അത്താഴം ഒക്കെ പൊത്തുംപിടിയായിരിക്കും അല്ല സരിത? എനിക്കറിയില്ല. അല്ല, എനിക്ക് വർഷക്കാലത്ത് എന്റെ അച്ഛന് പണി ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അച്ഛൻ വർക്ക് ഷോപ്പ് പണിയല്ലേ? എനിക്കറിയില്ല. ഒരുപോലെ തന്നെയായിരുന്നു ഇപ്പോഴും ഒരുപോലെ തന്നെ. ദാരിദ്ര്യായാലും അച്ഛനെങ്ങനെയായിരിക്കും. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അങ്ങനെയല്ലേ അച്ഛന്റെ പണിക്ക് കുഴപ്പമുണ്ടാവില്ല. അച്ഛന് പണിക്ക് കുഴപ്പമുണ്ടാവില്ല. അല്ല മൊത്തത്തിൽ എല്ലാ വീടുകളിലും. അപ്പൊ അതിനനുസരിച്ച് നമുക്കും പണി കുറയും. ഈ വീട് മേലൊക്കെ ഓട് മേലൊക്കെ ഇല്ലേ. അച്ഛനോട്ട് മീലല്ല. അപ്പൊ ഓട് മേലൊക്കെ ചെലവ് കുറയും. പല പല കാര്യങ്ങൾക്ക് വ്യത്യാസം വരില്ലോ ആളുകൾ. അപ്പൊ ആ സമയത്ത് ഓരോ വീട്ടിലും അത്താഴം പൊത്തുംപിടി എന്ന് പറഞ്ഞ പോലെയാണ്
അതെ സരിത ഒരു ചട്ടി അടപ്പത്തേക്കും തീ കത്തിച്ച് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താലേ ഇത് കഴിഞ്ഞിട്ട് വർത്താനം പറഞ്ഞാൽ മതിയോ? കഥ പറയാ ഇരിക്കണോ? കഥ പറയാന്ന് പറഞ്ഞൊരു സംഭവം പറയാൻ വേണ്ടി വിചാരിച്ച. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് പറയാം. അത് മതി. സുല്ല് ഒരു ചട്ടി അടപ്പത്ത് വയ്ക്കലാണ് ആദ്യത്തെ പരിപാടി. പെട്ടെന്ന് തീ പെട്ടെന്ന് വലിച്ചു പോയില്ലോ പുകയ്ക്കും, അല്ലെങ്കിൽ അവിടെ തുറന്നിട്ട് അതിന്റെ കമ്പ് പൊട്ടി പൊട്ടിക്കോളും. ഇതേ കോഴിമുട്ടയിലാണ് ഉണ്ടാക്കുന്നത്. കോഴിമുട്ട എന്നോട് പറഞ്ഞ സാധാരണ നമ്മള് മുട്ടക്കറി ഉണ്ടാക്കുമ്പോ എങ്ങനെയാ മുട്ട പുഴുങ്ങി കൂട്ടാൻ വെക്കല്ലേ ചെയ്യാ. ഇത് അതിൽ നിന്ന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൂട്ടാൻ. ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് നമ്മൾ രുചിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ലിങ്ക്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ചെറിയ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളുണ്ട്. ഉണ്ട്. മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. അപ്പോൾ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോഴി മുട്ടയിരുന്നില്ല പണി മുടക്കില്ല. ഒരു കോഴിമുട്ട കിട്ടിയുള്ളത് ഈ കളർ കണ്ട ഒരെണ്ണം കിട്ടിയത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കുന്ന കോഴിമുട്ടേനെ എടുത്തേട്ടാ. അത് 4 എടുത്തിട്ടുണ്ട്. അതുമാണ് തുടങ്ങുന്നത്. പിന്നെ ചട്ടി സരിത അടപ്പത്ത് വെച്ചല്ലോ മുൻപന്നെ. എനിക്ക് കുറച്ചധികം സാധനങ്ങൾ വേണം. ഒക്കെ നമ്മുടെ അവിടെ ഉള്ളത് തന്നെയാണ്. മല്ലി, മുളക്, ജീരകം, കുരുമുളക്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തന്നെ ആവശ്യമുള്ളൂ കേട്ടാ. പക്ഷെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അത് കണ്ടപ്പോ തോന്നി നല്ലൊരു വ്യത്യസ്തമായ നമ്മൾ ഇതുവരെ കഴിച്ചു നോക്കാത്തൊരു ടേസ്റ്റ് ആയിരിക്കും തോന്നിട്ടാ. വെളിച്ചെണ്ണ ചട്ടി ചൂടായി കഴിഞ്ഞപ്പോ വെളിച്ചെണ്ണ ഒഴിക്കാണ് ചേട്ടൻ. 2-3 ഓലക്കുടി എടുത്തോ. തീ കെടാറായ പോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ജീരകം കുറച്ച് നല്ല ജീരകട്ടാ. ജീരകം ഇല്ലാത്ത കളിയില്ലാന്നുണ്ട്. അതില് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പ്രകാരമല്ല നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുന്നത്. അതില് തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത്. അതിൽ പിന്നെ മൂപ്പിക്കനും ഇല്ല. അപ്പൊ നമുക്ക് തിരിച്ചാക്കി ആ കറി എങ്ങനെയോ മൂക്കാൻ പാടില്ലായിരിക്കും. ഇനി ഇടേണ്ടത് മുഴുവൻ മല്ലി, കുരുമുളക് ഇതിട്ട് കൊടുക്കാം. കറുവപ്പട്ട നമ്മുടെ ഒരു വേറെ ടൈപ്പ് കറുവപ്പട്ടയാട്ടാ, നൈസായിട്ടുള്ളത്. 2 കഷ്ണം ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. പിന്നെ 2-3 ഇത് പറയാ ഗ്രാമ്പൂ. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി ഇങ്ങനെ വെളുത്തുള്ളി, പിന്നെ സബോള. ഒരു സബോള അല്ലത്, ഒരു സബോള. ഇത് മൂപ്പിക്കുക. അതിലേ അല്ല ഞാൻ പറയുന്നത് തന്നെ അത് അയച്ചു തന്നതിൽ ഈ മുളക് പൊടി ഇടുന്നതിന് മുമ്പാണ് തക്കാളി ഇടുന്നത്. അപ്പൊ മൂക്കില്ല. മൂക്കാൻ പാടില്ലെങ്കിലോന്ന്. അതിന്റെ റെസിപ്പി ചിലപ്പോ അങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും. മൂക്കാണ്ട് ചെയ്യേണ്ടതായിരിക്കും ചിലപ്പോ. നീ ഇങ്ങനെ ചെയ്താൽ മതി. അധികം വാടൊന്നും വേണ്ട, കുറച്ചൊന്ന് ഇങ്ങനെ ഒന്ന് ആയാൽ മതി. മുളക് പൊടി ഇട്ടിട്ട് മതി. വേറെ മിക്കായിരിക്കും. ഇതുവരെയായിട്ട് വേറെ പറഞ്ഞ സാധനം വെച്ചിട്ടില്ല. ഞാൻ കാലാവസ്ഥ തന്നെ തീ കത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കോഴികളൊക്കെ വയറിറഞ്ഞു. ഇതേ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ കുറേ കഴിഞ്ഞാൽ ഈ വയറല്ലേ, ഈ തീറ്റ കുടലില്ലേ, ഈ വശം ബലൂൺ പോലെ വരും, വീർക്കും. ആ തീറ്റയുടെ ഉള്ളിലേക്ക് വെള്ളം അങ്ങോട്ട് നിറയും. വെള്ളം എന്ന് പറയുമ്പോൾ ഈ ഇത് മുട്ട തീറ്റയെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കോഴികൾ മുട്ടയുന്നില്ലേ, അപ്പോൾ കുറച്ച് മുട്ട തീറ്റ വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ആ മുട്ട തീറ്റ കണ്ട് കുതിർന്ന് വീർക്കും ഉള്ളിൽ. അപ്പോൾ ഇതിങ്ങനെ തീറ്റ കുടൽ ഇങ്ങോട്ട് പൊന്തി ഇങ്ങോട്ട് വരും. ചുമയും ഇതായിട്ടിരിക്കണത്. റെസ്റ്റ് എടുക്ക്, മിണ്ടാണ്ടിരിക്കാൻ. വീഡിയോ എടുക്കാൻ തുടങ്ങിയ സംസാര ഇതൊന്നും ഇങ്ങനെ വാടി വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഒന്നും ആവണ്ട കേട്ടാ. അപ്പൊ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇടാട്ടാ. 1 2 ഒരു പൊട്ടുകൂടി ഇടാം. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാ. തമിഴ്നാട്ടിൽ കുറെ മഞ്ഞൾപ്പൊടി ഇടും. നമ്മൾ ഇത്രയ്ക്ക് മതിയായില്ലേ? മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയ. ഇത് ഗ്യാസുമില്ലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്നാവും. ഇത് ഈ സാധനത്തിൻ്റെ കാരണം ഇത് ഈ അടുപ്പേ എനിക്ക് വെറുതെ കുറയ്ക്കാൻ രസം. ചേട്ടനല്ല പറഞ്ഞ ഒന്നും ചെയ്യാണ്ട് മാറിയിരിക്കണോ, എന്നോടൊക്കെ ചെയ്താൽ മതി. എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ട് കൈ തരിച്ചിട്ടും പാടില്ല അല്ലേ? വെറുതെ ഇരിക്കല്ലേ. മുളക് പൊടി, മല്ലിപ്പൊടി അല്ല മല്ലിപ്പൊടി ഇല്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉള്ളൂ. ഒന്ന് മൊരിഞ്ഞുണ്ട് കേട്ടാ. അപ്പോൾ 2 തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ഉപ്പിടണം. സംഗതി ഒരു വെറൈറ്റി കൂട്ടാനായിട്ട് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലേ, കാലത്ത് ചെറുപയർ കൂട്ടാൻ ഉണ്ടാക്കിണ്ട്, അത് കൂട്ടി ചോറിനേണ്ടി വരും. ഇത് പൊളിഞ്ഞ അതുണ്ട്, ഉണക്കമീനുണ്ട്, പിന്നെ പപ്പടം ഉണ്ട്, അല്ലാണ്ട് കഞ്ഞി കുടിച്ച ഞാനൊക്കെ പനിയായിരുന്നേ. അല്ല
പനിയൊന്നുമില്ല. പനി എന്ന് പറയണേ പനിച്ചിട്ടൊന്നുമില്ല. ചുമയുണ്ട്, ഇടയ്ക്ക് വരെ ചുമയുണ്ട്. ഇന്നലെ മേലാകെ ഒരു വേദനയൊക്കെ വന്നു. ചേട്ടന് പനി തുടങ്ങണേനേക്കാളും മുമ്പ് ഒരു ശരീരവേദന വരാറുണ്ട്. അപ്പൊ അങ്ങനെ മേലാകെ ഒരു വേദന വന്നു, പനിയുടെ തുടക്കം പോലെ. അപ്പൊ പനിയുടെ ഒരു ഗുളിക കഴിച്ചു. അതാണ് ആകെ, അല്ലാണ്ട് പനിച്ചുണ്ടോ? പോയി. പിന്നെ പനിയുടെ ഗുളിക കഴിച്ചിട്ടില്ലേ? ചുമയുണ്ട്. പനി മാറിയിട്ടാ. ഇവിടെ ഇതുവരെ വന്നതിന് ശേഷം ചുമച്ചിട്ടില്ല. ചുമര ഷോർട്സ് എടുക്കാണ്ട് കഴിഞ്ഞിട്ടാ. അതിപ്പോൾ എടുക്കാം നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം അത് അപ്ലോഡ് ചെയ്യാം. ചുമര ഷോർട്സ് ഉണ്ട് കേട്ടാ. ഈ കൂട്ടായ്മ കഴിഞ്ഞിട്ട് ആ വീഡിയോ എടുക്കണം. എന്താ ഉണ്ടായ സംഭവമാണ് കേട്ടാ. നമ്മുടെ ഷോർട്സ് ഒക്കെ ഉണ്ടായ സംഭവങ്ങൾ തന്നെയാണല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം വേണം കേട്ടാ. നാളികേര കൊത്താണ് ഇടുന്നത് നമ്മൾ. നാളികേരം ഇട്ടു, കറിവേപ്പില കുറച്ചിട്ടു, കുറച്ച് മല്ലിയില. എനിക്ക് തോന്നുന്നതേ ഇതെന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്നിരുന്ന് ഇളക്കിക്കോ? അല്ല, എനിക്ക് തോന്നുന്നത് അവർ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയ കൂട്ടാനാണ് തോന്നുന്നത്. അവിടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടാനാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടാനായിരിക്കും. പക്ഷെ ഇത് കണ്ടമാനം പേര് കണ്ട 2 കോടിയോ 3 കോടി പേരാണ്ട് കണ്ടിട്ട്. അതുകൊണ്ട് സൂപ്പറായി. അപ്പോൾ നിങ്ങൾക്ക് വെച്ച് നോക്കിക്കോ. എന്തായാലും നാശമായി. വെച്ച് നോക്കിക്കോന്ന് പറയാൻ വരട്ടെ. നമ്മൾ കഴിച്ചിട്ട് നമ്മുടെ അഭിപ്രായം പറയാലോ നമുക്ക്. എന്നാ അങ്ങനെ അല്ല, അത്രയും പേര് കണ്ടിട്ടുണ്ടെങ്കിലേ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടാവില്ലോ ഭയങ്കരമായിട്ട്. ഈ സാധനം നന്നായി അരയ്ക്കണം. അപ്പോൾ സരിത അത് അമ്മീമ്മ അരയ്ക്കാനായിട്ട് മറ്റേ ഏപ്രണൊക്കെ കൊണ്ടുവന്നു. കണ്ട, അതേ ഏപ്രണൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അമ്മീമ്മ അരയ്ക്കാം. പക്ഷെ എന്തുവാ ചെയ്യില്ല, അവിടെ ഭയങ്കര വെയിലായി. ഞാൻ പറഞ്ഞു വെയിൽ കൊണ്ട് നീ അരയ്ക്കണ്ട, മിക്സിയിൽ കൊണ്ടുപോയി അരച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. കണ്ട, ഈ സാധനം കൊണ്ടുവന്നുണ്ട് കെട്ടാനായിട്ട്. അപ്പം അതിൽ കൊണ്ടുപോയി അരച്ചാൽ മിക്സിയിൽ തരുതേ. എളുപ്പം വെയിൽ കൊണ്ട് വയ്യാണ്ടാവും അരച്ചിട്ട്. അല്ല, ചേട്ടൻ എന്തിപ്പോ കഥ പറയാണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ അരയ്ക്കണ സമയം ചേട്ടന് കഥ പറയാലോ എന്ന് വിചാരിച്ചു. കാദ്യം കുതിയൊന്നും പറയാനില്ലേ? ഇല്ലേ, അത് വെറുതെ ഒരാള് എഴുതിയിട്ടുള്ള സാധനം ഞാൻ പറയാനും. തമിഴ്നാട്ടിലത്തെ കൂട്ടാനുകളുടെ ടേസ്റ്റ് അല്ല മണം, ജീരകം ഇതൊക്കെ വന്നപ്പോഴേ ഇതധികം ഇങ്ങനെ മൊരിഞ്ഞു വരുമൊന്നും വേണ്ട കേട്ടാ. ഒന്ന് വാടിയ മതി. അപ്പൊ ഇറക്കിക്കോ. ഇത്ര മതി, ഇങ്ങനെ മതി. ഇറക്കാം, നമുക്ക് ഇറക്കിയിട്ട് ശരിയല്ല. മിക്സിയിൽ അരച്ചുകൊണ്ടിരാൻ പോവാണ് കേട്ടോ. ചൂടാറി കഴിഞ്ഞാൽ മിക്സിയിൽ അരയ്ക്കാം. ഈ ചട്ടി അടുപ്പ് തന്നെ വെച്ചൂടെ? ഈ ചട്ടിയാ? ഈ ചട്ടിയിൽ തന്നെ ഇനി ചെയ്താൽ മതി അല്ലേ? കരിയോ? ഞാൻ അത് അരച്ചു പുറത്ത് വെച്ചോന്ന് വെച്ചാ ഇവിടെ വയ്ക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ സാധനം. എന്തൊരു ഭംഗിയ സാധനം. അപ്പോൾ ഞാനിത് അരച്ചിട്ട് വരാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴമ്പ് രൂപത്തിൽ അരയ്ക്കണം. അരച്ചു കൊണ്ടുവന്നു അല്ലേ? അരച്ചു കൊണ്ടുവന്നു. അപ്പോൾ അരച്ചു കൊണ്ടുവന്നു. ഇനി വീണ്ടും ചട്ടി അടുപ്പത്ത് വയ്ക്കണം. ഇതേ ചട്ടിനെ അടുപ്പത്ത് വെച്ചു. ഇനി ഒഴിക്കേണ്ടത് ഇതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടാ. എണ്ണയാണ് ഒഴിക്കുന്നത് കേട്ടോ. നല്ല എണ്ണ മതിയല്ലേ? എണ്ണ ചൂടായി. അപ്പം അതിലേക്ക് കടുക്. ചൂടായിട്ടില്ല എണ്ണ. ജീരകം, നല്ല ജീരകം, വറ്റൽമുളക്, ചുമന്നുള്ളി അരിഞ്ഞത് കേട്ടാ. വേപ്പിൻ്റെ ഇല. ഉള്ളി ഇങ്ങനെ മൂത്ത് വന്നു തുടങ്ങിയിട്ടാ. അപ്പോൾ അതിലേക്ക് നമ്മുടെ അരപ്പൊഴിക്കുകയാണ്. നല്ല മണം വരുന്നു. നല്ല മണം. ജാറ് കഴുകിയ വെള്ളം ഒഴിക്കട്ടെ ഇരിക്കും. ചാറ് പോരായാണോ സരിത? ചാറ് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. സ്വല്പം വെള്ളം കൂടി ഒഴിച്ചോ, തിളക്കട്ടെ. ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇടാ. ഉപ്പ് കുറച്ചുകൂടി ഇടാ കേട്ടോ. ഉപ്പ് പോരായി ഉണ്ടേ നോക്കിയപ്പോൾ. അപ്പോൾ നമ്മൾ കോഴിമുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ കേട്ടോ. ഓംലെറ്റ് വളരെ സിമ്പിൾ സാധനമാണ്. നമ്മൾ ഈ ഒരു കപ്പ് എടുത്തു, അതിലേക്ക് ഒരു പൊട്ട് വെള്ളം ഒഴിച്ചിട്ടോ. ഒരു പൊട്ട് വെള്ളം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടണം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് പൊടി. എന്നിട്ടൊന്ന് ഇളക്കണം. ഇതൊന്ന് ഇളക്കാം. ഇനിയൊന്നുമില്ല. ഇനി നമ്മുടെ കോഴിമുട്ടയില്ലേ, കോഴിമുട്ട ഇതിരിക്കാണ്ട് പൊട്ടിച്ചാണ്ട് ഒഴിക്കുക. കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നു.
ഇനി ഇളക്കുമ്പോൾ കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് ഒരു മിക്സ് ആവുക. അതുകൊണ്ടാണ് ആ വീഡിയോയിൽ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിമുട്ട പൊട്ടിച്ചിട്ട് അങ്ങനെ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് അതിൻ്റെ മീതെ കുരുമുളക് പൊടി തരണം, ഉപ്പ് തരണം. അങ്ങനെയല്ലേ സരിത ഇത് കണ്ടത്? ഇത് ഇങ്ങനെയാകുമ്പോൾ നല്ലപോലെ മിക്സായി. ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാം. 4 ഓംലേറ്റ് ഉണ്ടാക്കാം. നമ്മൾ ഈ അടുപ്പിൽ തീ കത്തിച്ചു. അപ്പോൾ ഈ കൂട്ടാനെടുത്തിട്ടേ ഇതിൽ നന്നായി തീ കത്തുണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ട് ഈ അടുപ്പിലാണ്ട് വയ്ക്കാം വെറുതെ. എന്നിട്ട് നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കണമല്ലോ. ഈ സാധനം കറക്റ്റ് പാകമാണ് ശരിക്കിരുന്നത്. ഓംലേറ്റ് ഉണ്ടാക്കുന്നത് എണ്ണയില വെളിച്ചെണ്ണല്ലോ സരിത? വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയോ? വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. അപ്പോൾ വെളിച്ചെണ്ണയും എണ്ണയും കൂടിയിട്ടുള്ളൊരു മിക്സിങ് സാധനമായിരിക്കും. എല്ലാ എണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എല്ലാം വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. അതിൽ പറഞ്ഞ പ്രകാരം ചെയ്തു, ഇത്രേ ഉള്ളൂ. നമ്മുടെ പാത്രം ചൂടാകുമ്പോൾ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ പിന്നെ സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കണ പോലെ തന്നെ ഓരോ കുഞ്ഞു ഓംലേറ്റിൽ ഉണ്ടാക്കണം. കണ്ട കുരുമുളകൊക്കെ നന്നായി ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒഴിക്കണം. 4 ഉണ്ടാവില്ല, 3 ആക്കാം. വെളിച്ചെണ്ണ അധികമായ വെളിച്ചെണ്ണ അടിയിൽ പിടിക്കാണ്ടിരിക്കാനേ നമുക്കിത് ഇങ്ങനെ മറച്ച് തിരിച്ചൊക്കെ ഇടാട്ടാ, മടക്കിയിട്ടൊക്കെ. അടിപൊളി തീയത്തുണ്ട്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി അടുത്ത് വയ്ക്കാം. അടുത്തതും ഇതുപോലെ നമുക്കൊന്ന് വെറുതെ മടക്കാട്ടാ. ഇതിപ്പോൾ എങ്ങനെയും കുഴപ്പമൊന്നുമില്ല ചേട്ടാ. ഇതേ അടുത്തായിരിക്കണം. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. ഒരു പൊട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണ കഴിഞ്ഞു. ചെറുത് മതിയേ, വലുത് ഇതൊരു മുഴുവൻ ഒഴിക്കണം സരിത. ഒരു പൊട്ട് വെളിച്ചെണ്ണ ഈ സൈഡിലേക്ക് വേണ്ടി ഒഴിക്കാം. അടിയെ പിടിക്കേണ്ട വെച്ചിരുന്നു കേട്ടാ. ഈ ഓംലെറ്റ് കൂട്ടാൻ വേറെയും ഓംലെറ്റ് വേറെ ആയിട്ട് തിന്നാണെങ്കിൽ ഒരു രസം കൂടുതൽ കിട്ടും സരിത. ഓംലെറ്റ് നശിപ്പിക്കുന്ന ദൈവമേ, എൻ്റെ അണ്ടകടാകം പോയാ. ഇതെടുത്ത് 3 ഉള്ളോട്ടെ നമുക്ക്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് കൂട്ടാൻ ചട്ടി ഇപ്പോഴത്തേക്ക് എടുത്ത് വയ്ക്കുക. ഇനി നമ്മുടെ ഈ സാധനം ഇതിലേക്ക് ഇടാം കേട്ടോ. മുറിച്ച് വേണമെങ്കിൽ ഇടാം. ഇതിൽ കിടന്ന് വേവൊന്നും കൂടിയും. ഇതിന് ഇത്തിരി ഇത് വലിപ്പം കൂടുതലാണ് കേട്ടോ. ഇത് തന്നെ ഒന്ന് നടുമുറിച്ചിട്ട് ഞാട്ടുണ്ട്. അപ്പോൾ ചെറുതുകൾ ഉണ്ടാക്കിയാൽ മതിയായിരുന്നില്ലേ? പിന്നെ ഒഴിച്ചപ്പോൾ കൂടിപ്പോയി, കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം നടുമുറിക്കാം. ഇഷ്ടം പോലെയല്ലോ. അതിൽ കിടക്കട്ടെ. ഇനി ഒന്ന് മൂടി വയ്ക്കണം സരിത. ഇനി നമ്മൾ ഇത് മൂടി വയ്ക്കണം. അപ്പോൾ ഒരു 5-6 മിനിറ്റ് നേരം അതവിടെ ഇരിക്കട്ടെ. ഞാൻ കഥ പറയാന്ന് പറഞ്ഞത് കഥയൊന്നുമല്ല. ഒരു ഈ മഴക്കാലാകുമ്പോഴേ എല്ലാവർക്കും പണിയും തൊഴിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വീടുകളിലൊക്കെ പഞ്ഞം കഞ്ഞിക്കും ഇതിനൊക്കെ പൊത്തും പിടിയായിരിക്കും. എല്ലാ വീട്ടിലും കുറേ അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല പണ്ട് കാലത്തൊക്കെ. 10-12 അംഗങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊന്നും ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത സമയത്തായിരിക്കും വീടുകളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഓരോ ഈ നമ്മുടെ വല്ല അകന്നേൻ്റെ ബന്ധത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് ഓരോ കാരണന്മാർ വരും. നമ്മുടെ വീട്ടിലേക്കും വരാറുണ്ടായിരുന്നു കാരണന്മാരെന്ന് പറഞ്ഞാൽ അധികം പണിയെടുക്കാനുള്ള ആരോഗ്യം എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അവർ വീട്ടിൽ വന്നിട്ട് ഒരു 3-4 ദിവസം അവർ നമ്മുടെ വീട്ടിൽ തിന്നും കുടിച്ചും, അതായത് നമുക്ക് കിട്ടേണ്ട അതുകൂടിയും കഴിച്ച് ജീവിച്ച് അവർ പോണ വരെ അച്ഛൻ്റെയും അമ്മേരെയും ഉള്ളിൽ തീയായിരിക്കും. ഇയാൾ പോണ വരെ ഇയാൾക്ക് എല്ലാ വക സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഒന്ന് ഞാൻ അമ്മേരെ ബന്ധം പറഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ അച്ഛൻ്റെ ബന്ധം പറഞ്ഞിട്ട് വരാം, 2 പേരെ ബന്ധം. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ഫേസ്ബുക്ക് നോക്കിയപ്പോഴേ രാജീവ് പണിക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ കഥ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ആൾ ചെറുപ്പകാലത്ത് കുഞ്ഞിതായിരിക്കുന്ന ടൈമിൽ ആൾ 2-ലൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് സ്കൂൾ വിട്ടിട്ട് വരുന്ന സമയത്ത് ആളെ വീട്ടിൽ ആളൊരാകുന്നൊരു ബന്ധു, ഒരു മണിയണെന്ന് പറഞ്ഞൊരു ആചാനുഭാവമായിട്ടുള്ള ഒരാൾ ഈ വന്നോണു. ആൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അതന്നെ സംഭവം. ഇയാൾ വന്ന വഴിക്ക് മോന് മണിയണ്ണനെ മനസ്സിലായ എന്ന് പറഞ്ഞിട്ട് ഇവനെ എടുത്ത് ഉയർത്തി അങ്ങനെയൊക്കെ പറഞ്ഞ് വർത്താൻ പഠിത്തു. ആൾക്ക് പറ്റി ആൾക്കുള്ളൊരു റൂം തോർത്തുമുണ്ട് ഇതൊക്കെ എടുത്തിട്ടാണ് ആൾ നിൽക്കുന്നത് ഇവൻ വരുന്ന സമയത്ത്. അങ്ങനെ മണിയണ്ണനെ മനസ്സിലായി. ഇയാൾ കഴിഞ്ഞ് എങ്ങനെയും രക്ഷപ്പെട്ട് ഓടി ഇവൻ കളിക്കാൻ പോയി. കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 7 മണിയായ സമയത്ത് ഇവരെ വീട്ടിൽ TV ഉണ്ട്. ആ TV-യുടെ മുന്നിൽ സീരിയൽ കാണാനായിട്ട് 13 എപ്പിസോഡിലെ പണ്ടത്തെ സീരിയൽ ഉണ്ടായിരുന്നില്ലേ,
അത് കാണാൻ അമ്മയും പിന്നെ തൊട്ടപ്പുറത്ത് അയൽപ്പക്കത്തെ ആളുകളൊക്കെ ഇരിക്കുന്ന ടൈമിലാണ് ഇവൻ വരുന്ന സമയത്ത് എന്തൊരു സംഗതി വെച്ചാൽ DD2 ഒരു സ്പോർട്സിൻ്റെ ഒളിമ്പിക്സിൻ്റെ എന്നിട്ട് ഇത് ഇയാൾ കയ്യിൽ റിമോട്ടും പിടിച്ച് ഇങ്ങനെയാണ്ട് ഇരിക്കുന്നുണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ ഇയാൾ ഇത് നിർത്തിയിട്ട് വേണം ഈ ചാനൽ കാണണം, സീരിയൽ കാണണമെങ്കിൽ എന്നുള്ള ലെവലിരിക്കുന്നു. അന്നത്തെയൊക്കെ നല്ല സീരിയലുകളായിരുന്നു. അതന്നെ ഒരാഴ്ച കാത്തിരുന്നിട്ടാണേ ഇത് കിട്ടണത്. ആ സമയത്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇങ്ങനെ റിമോട്ടും പിടിച്ചിങ്ങനെ ഇരിക്കുന്നിട്ട് വാ ഇവൻ കളി കഴിഞ്ഞ് വരുന്ന വഴിക്കുന്നത് ഈ സംഗതി കാണുന്നത്. അങ്ങോട്ട് വാ മോൻ വാ എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് ഇങ്ങോട്ട് ഇരുത്തിയിട്ട് ആള് TV ഓഫ് ചെയ്തു. എന്നിട്ട് കസേര ഇങ്ങനെ തിരിച്ചിട്ട് പെണ്ണുങ്ങളെ മുന്നിലിക്കാണ്ട് മോത്തിക്കാണ്ട് നോക്കിയിട്ട് ഇരുന്നു. ഇവനെവിടെ എന്നിട്ട് ഈ പെണ്ണോട് പറഞ്ഞു, ഞാനിപ്പോൾ 3 സംഗതികൾ ചെയ്യും. 1, ഞാനൊരു സിനിമാ പാട്ട് പാടും. 2, ഞാനൊരു കവിത പാടും, ഞാൻ രചിച്ച കവിത. 3, ഞാനൊരു ശാസ്ത്രീയ സംഗീതം ആലപിക്കും. ഇതിലത്തെ 3 ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്ന്. അപ്പോൾ ഇവൻ എഴുതിയേക്കണേ നമ്മുടെ ക്യാപ്റ്റൻ രാജു നാടോടിക്കാരിൽ പെട്ടി തുറന്നിട്ട് മലപ്പുറം കത്തി, പിന്നെ വടിവാള്, മെഷീൻ ഗണ്ണ്. ഇതിലത്തെ 3 ഏതുകൊണ്ട് നിങ്ങൾക്ക് ചാവണം ചോദിച്ച പോലെയാണ് ഈ പെണ്ണുങ്ങളോട് ഇത് ചെയ്യുന്നത്. പെണ്ണുങ്ങൾ ആരൊന്നും വേണ്ടിയില്ല. അപ്പോൾ പറഞ്ഞു, ശരി ഞാൻ തന്നെ തീരുമാനിക്കാം, എൻ്റെ കവിതയാവട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കവിത ചൊല്ലുന്നതിന് മുമ്പ് ആളെ ട്രൗസറിൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. എന്തുട്ടോ നോക്കിയപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് എടുത്തപ്പോഴുണ്ട് പോപ്പിൻസ്, അടിപൊളി പോപ്പിൻസ്. അപ്പോൾ ഇവരെ വിചാരിച്ച് പോപ്പിൻസൊക്കെ കിട്ടുന്നില്ല. അപ്പോൾ അയാൾ ആദ്യം കവിത ചൊല്ലണതിന് മുമ്പ് അത് നടത്തി അതിൽ നിന്നൊരു പോപ്പിൻസ് കൊണ്ട് എടുത്തു. ബാക്കിയുള്ളവർക്കൊന്നും കൊടുത്തില്ല. ആളെന്നത് വായിലിട്ടിട്ട് ഇങ്ങനെ ഞൊണഞ്ഞു. കവിത ചൊല്ലണതിന് മുമ്പ് ഉള്ള ഒരു ഇത് ഞൊണഞ്ഞ് കവിത ചൊല്ലാതിരിക്കുന്നതിൽ എടുക്കുന്നതിന് മുമ്പ് പകുതി ഞൊണഞ്ഞ് കഴിഞ്ഞിട്ട് പകുതി 2 കൈ കൊണ്ട് വായിന്ന് എടുക്കില്ലേ, എടുത്തിട്ട് ഈ കസാര ചാരി കസാര ഇതുമ്മ വെച്ചു. എന്നിട്ട് 2 താളൊക്കെ പിടിച്ചു. അത് ഓഫീസ് മിഠായി പകുതി അത് മൊട്ടിയിരിക്കുന്നിട്ടാ. എന്നിട്ട് ആളാണ്ട് കവിത ചൊല്ലി. ആരും ഒന്നും ചിരിച്ചു വലിയൊരു ഭാവഭേദം ഇല്ലാണ്ട് ഇങ്ങനെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് കവിത കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആള് ഈ പോപ്പിൻസ് മിഠായി ഇത് എടുത്തിട്ട് വീണ്ടും വായിലിട്ടു. അതിൻ്റെ ഒപ്പം ഒരു ഉറുമ്പൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ അവിടെ മരി ഈ കഥയുള്ളോ. അപ്പോൾ ഈ കഥ ഒരു എൻഡ് വന്നില്ല. ഇങ്ങനത്തെ ആളുകളുണ്ട്. അപ്പം നമ്മള് നമ്മുടെ ബാക്കി എഴുതുമായിരിക്കും. അല്ല അപ്പം എന്തൊരു സംഗതി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ശേഷം ഇയാൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാ പോയേന്നോ, വീട്ടുകാരെന്തോരം ബുദ്ധിമുട്ടിച്ചു അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നില്ല. പറഞ്ഞു അടുത്ത ഇത് എഴുതുന്ന ആള്. അപ്പൊ ഞാൻ രാജീവ് പണിക്കരോട് പറയാണ്. അപ്പൊ ആള് വ്ളോഗറാണ്, പിന്നെ ടാറ്റു ചെയ്യുന്ന ആളാണ്, പിന്നെ എഴുതുന്ന ആളാണ്, ചിത്രകാരാണ് ഒക്കെയാണ്. അപ്പൊ അതിന്റെ ബാക്കിയും കൂടിയും പറയാട്ടാ. പിന്നെ എന്താണ്ടായി കാരണം ഇപ്പൊ വന്നപ്പോൾ തന്നെ ആളെ ഭയങ്കരമായ ഒരു സംഗതി കേട്ടു. അപ്പൊ ഇനിയും അതിന്റെ കുറേ ഉണ്ടാവുമല്ലോ. ഞാൻ ആദ്യമായിട്ട് അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടേട്ടാ. അപ്പോൾ അങ്ങനെ സംഭവം നിങ്ങളുടെ വീടുകളിലൊക്കെ പണ്ട് കാലത്തുള്ള അച്ഛനമ്മമാർക്കൊക്കെ, പണ്ട് കാലത്തുള്ള അച്ഛനമ്മല്ല, അച്ഛന്മാരെന്നും അച്ഛനമ്മമാർ തന്നെ, പണ്ടുള്ളവർക്ക് അറിയാം. ശ്രീരാമല്ല ആരോഗ്യ ശ്രീമാൻ എന്ന് പറഞ്ഞ ഇതും ഇതിങ്ങനെ ജഗതി ഇതുപോലെ ഓരോ വീട്ടില് പോണതാണ്. അല്ല അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലും പണ്ട്. കല്യാണം കഴിയാണ്ട് മക്കളൊന്നും ഇല്ലാത്തവരാവും ഇങ്ങനെ അവസാന കാലാവുമ്പോ വരുന്നത്. ഓരോ ബന്ധു വീടുകളിൽ കുറേശ്ശെ ദിവസം നിന്ന് പോവാ അല്ലേ. നമുക്ക് കൂട്ടാൻ തുറക്കാം. കോഴിമുട്ടയൊക്കെ പൊന്തി വീർത്ത് വന്നൊരു സരിത നല്ല രസമായിട്ട് കാണാൻ. നോക്കിയേ, ഒരു പ്രത്യേക കൂട്ടാട്ടാ, ലോകത്തിൽ കാണില്ല ഈ കൂട്ടാൻ. നോക്കിയ സരിത നമുക്ക് ഇറക്കാലത്. ചോറിലേക്ക് ഒഴിക്കണം, അതെ വെറുതെ ഒരു ഇതിലേക്ക് ചോറിലേക്ക് ഒഴിച്ച് കഴിക്കണം. ഭയങ്കര ചോറിലേക്ക് ഇത് ഇറക്കട്ടെ നമുക്ക്. ചോറിൽ വെച്ചിട്ട് കഴിക്കാൻ പോവാ. ചോറ് വേണം. ഇതാ കൂട്ടാറക്കണം കേട്ടാ. എന്താ കൂട്ടാലേ, അടിപൊളി കൂട്ടാനാണ്. നമ്മുടെ ഇതിൽ ഇത്തിരി മല്ലിയില വേണമെങ്കിൽ തരാട്ടെ നമുക്ക് ഒരു ഭംഗിക്ക്. അതിലുണ്ട്. ഇത് ചോറിലേക്കാണ് അടിപൊളി. അപ്പോൾ നമുക്ക് ചോറിൽ നിന്ന് തുടങ്ങാം. അല്ല ചോറിൽ നിന്ന് കൂട്ടായി നിന്ന് തുടങ്ങാം. ഇത് ചാറ് കൊണ്ട് എടുക്കാം. മതിയില്ല തരുതേ, അങ്ങനെയുണ്ടെന്ന് ദൈവത്തിന് അറിയാം. അപ്പോൾ ആദ്യം നമുക്ക് ചാറ് പപ്പടം ഞാൻ ഒരം കൊണ്ടുവന്നിട്ട് തരുതാ. ചാറ് കുടിക്കുന്നത് കഴിച്ചു നോക്കാം അങ്ങനെയുണ്ടെന്ന്. ആദ്യത്തെ ഉരുള ഞാൻ തന്നെ കഴിച്ചു നോക്കാം. കോഴിമുട്ടയും കഴിച്ചു നോക്കാം.
ജീരകത്തിന്റെ മണാവൂല്ലേ, ഒരു ജീരകം ഇട്ടില്ലായിരുന്നെങ്കിൽ വേറൊരു ടേസ്റ്റ് ആവുന്നു, പിന്നെയും കഴിക്കാൻ പറ്റുന്നു. ഇത് തോന്നണേ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ഇതുവരെ നമ്മൾ ഇങ്ങനത്തെ കോഴിമുട്ടയുടെ ഒരു സാധനം കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് അല്ല. എനിക്ക് ഞാൻ ടേസ്റ്റ് നോക്കിയേ, ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ടേ, അപ്പം എനിക്ക് തോന്നിയത് അതാ, ജീരകത്തിന്റെ ആ ഒരു മണം ഇല്ല. കുഴപ്പമൊന്നുമില്ല, കഴിക്കണവർക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കൂട്ടാൻ വയ്ക്കാൻ പറ്റിയ നീ കഴിച്ച് നോക്കിയാൽ പപ്പടം കൂടി ഉണ്ട്, അതിന് ടേസ്റ്റ് കൂടും. കുരുമുളകിൻ്റെ അരിവൊക്കെ ഉണ്ട് അത്യാവശ്യം. അത് ഞാൻ ഈ ഓംലെറ്റ് കഴിച്ച കാരണമുണ്ട്. അത് കഴിക്കുമ്പോൾ അതിന് ഈ ജീരകത്തിൻ്റെ കുത്തില്ല. മര്യാദയ്ക്ക് ആ മുട്ട പുഴുങ്ങിയിട്ട് നമ്മൾ വെക്കാറുള്ള പോലെ വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെ പറയാനൊരു കാര്യമില്ല, അവരെ കൂട്ടാൻ അങ്ങനത്തെ ചെയ്യാം. ഇതൊരു രസമില്ല എന്ന് പറയുന്നില്ല, പക്ഷേ രസമുണ്ട്. എനിക്കിഷ്ടായില്ല ചേട്ടാ, ഞാൻ എൻ്റെ അഭിപ്രായം പറയണ എന്നോടൊന്നും തോന്നരുത്. അത് തന്നെ സാരിക്ക് ജീരകം അത്ര പെടുത്തല്ലേ കൂട്ടാനില്ല. ചോറ് കൂട്ടിയിടണ ജീരകം ഇഷ്ടൊക്കെയാണ്, ജീരകം വെള്ളം ഇഷ്ടം അല്ല. നമ്മള് എലിശ്ശേരിയിലൊക്കെ ജീരകം അരച്ച് ചേർക്കില്ല, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. മോര് കൂട്ടാൻ്റെ ജീരകം, ഇങ്ങനത്തെ സാധനങ്ങൾ ജീരകം വേവിച്ച് ചേർക്കുന്നത് മറ്റേ ഇതൊക്കെ നമ്മുടെ എന്താ പറയുക, ചിക്കൻ, ബട്ടർ ചിക്കൻ അങ്ങനത്തെ സാധനങ്ങൾ അതൊക്കെ എനിക്ക് ഇഷ്ടമാണല്ലോ. ബട്ടർ ചിക്കനും അങ്ങനത്തെ ഇഷ്ടമാണ്. കോഴിമുട്ടലാകുമ്പോൾ രസമില്ല. അപ്പോൾ ഒരു ദിവസം ഒന്ന് വെച്ച് നോക്കിട്ടത് കഴിഞ്ഞിട്ടുണ്ടെന്ന് എന്നിട്ട് അഭിപ്രായം പറയിട്ടാ. ജീരകത്തിന്റെ മണം ഇഷ്ടമില്ലാത്തവർ ജീരകം ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ ചെയ്തോ. ഞാൻ ഇനി ഇത് വീണ്ടും വെക്കും, ജീരകം മാറ്റിയിട്ട് ചെയ്ത് നോക്കും. അപ്പോൾ എനിക്ക് രസം ഉണ്ടാവും തോന്നുന്നു, കഴിക്കാൻ പറ്റുന്നു. അപ്പോൾ നമുക്ക് നിർത്താട്ടാ. അടുത്ത വീഡിയോ ആയിട്ട് നന്ദി, നമസ്കാരം.